ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീവ് വിശ്വനാഥൻ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന എന്നാൽ അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ യുവതലമുറയുടെ കൊഴിഞ്ഞുപോക്ക്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാടിൻ്റെ സമ്പത്തായ യുവതലമുറയുടെ കഴിവുകൾ അന്യരാജ്യങ്ങൾക്കാണ് പ്രയോജനപ്പെടുന്നത്. കേരളത്തിലെ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ മാറ്റിവെച്ച് തങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനായി അയക്കുന്നു. എന്നാൽ ഈ മിടുക്കരായ കുട്ടികൾ പഠനം കഴിഞ്ഞ് അന്യദേശത്തേക്ക് കുടിയേറുകയാണ്. മറ്റു രാജ്യങ്ങളെ സേവിക്കാനും ആ രാജ്യങ്ങളുടെ പുരോഗമനത്തിനു വേണ്ടി പ്രവർത്തിക്കാനും അവരുടെ ബുദ്ധിശക്തിയും അധ്വാനവും വിനിയോഗിക്കാനാണ് അവർ നിർബന്ധിതരാകുന്നത്. ലോകോത്തര നിലവാരമുള്ള വ്യക്തികളെ സൃഷ്ടിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു രാജ്യമായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഇത് കേരളത്തിന്റെ വളർച്ചയെ ഇന്ന് സാരമായി ബാധിച്ചിരിക്കുന്നു എന്നത് സംശയാതീതമാണ്. 1957 മുതൽ കേരളത്തിൽ ശക്തമായ രാഷ്ട്രീയ വ്യവസ്ഥ നിലവിലുണ്ട്. ഏതാണ്ട് 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ മക്കൾക്ക് സ്വന്തം രാജ്യത്ത് അന്തസ്സുള്ള ഒരു ജോലിയും തത്തുല്യമായ വേതനവും നൽകാൻ നമുക്കിന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണ്. മാറി മാറി വന്ന സർക്കാരുകൾ പല ക്ഷേമ പ്രവർത്തനങ്ങളിലും വിജയിച്ചിരിക്കുന്നെങ്കിലും ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമ്മൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കഴിവുള്ള പുതിയ വ്യക്തികൾ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അഭ്യസ്തവിദ്യരായ കേരളത്തിൻ്റെ വരുന്ന പുതിയ തലമുറയ്ക്കെങ്കിലും തൊഴിലവസരങ്ങൾ ഈ മണ്ണിൽ വളരണം. തൊഴിലില്ലാത്ത ഒരു കേരളമല്ല, തൊഴിൽ നൽകുന്ന ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ഇത്തവണ ഭരണരംഗത്ത് പുതിയ മുഖം. നന്ദി, നമസ്കാരം.